ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. വിഘ്നങ്ങളെല്ലാം നീക്കി ജീവിതത്തിൽ ജ്ഞാനത്തിന്റെ പ്രകാശം നിറയ്ക്കുന്ന വിഘ്നേശ്വരനെയും ഗുരുക്കന്മാരെയും സ്മരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. നമസ്കാരം. ഋഷിപ്രോക്തം എന്ന ഈ ജ്യോതിഷ ആത്മീയ വീഥിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നക്ഷത്രങ്ങളുടെ ഭാഷയിൽ നിങ്ങളുടെ ഭാവിയെ നിർണയിക്കുന്ന ഈ ജ്യോതിഷ യാത്രയിൽ, ഈ ദീപ്തിമയമായിട്ടുള്ള യാത്രയിൽ ഇന്ന് നാം പരിശോധിക്കാൻ പോകുന്നത് മേടം രാശിക്കാരുടെ 3 വർഷത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ്. അതായത് 2026, 2027, 2028 എന്നീ വർഷങ്ങളിലെ സമ്പൂർണ്ണ ജാതകം. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ഇതൊരു മഹാപ്രവചനമാണ്. മേഷേ ജാതസ്യ നിത്യം സ്യാദ് തേജോ ധൈര്യ ശൗര്യകം മംഗലാധിപതിത്വേന വിജയ തസ്യ നിശ്ചിതഃ. മേടം രാശിയിൽ നിറഞ്ഞവർ ധൈര്യവും വീര്യവും വിക്രമവും ഒക്കെ നിറഞ്ഞവരാണ്. ചൊവ്വയുടെ അനുഗ്രഹത്തോടെ അവർ ജീവിതത്തിൽ വിജയങ്ങളുടെ പടവുകൾ കയറി ചെല്ലും. മേടം രാശി എന്നത് അഗ്നിയുടെ ആത്മാവാണ്. മേടം രാശിയുടെ അധിപൻ ചൊവ്വയാണ്. അഗ്നി തത്വമാണ് ഈ രാശിക്ക്. മേടം രാശിയുടെ ചിഹ്നമാകട്ടെ ആടാണ്. മേടം രാശിക്കാരുടെ സ്വഭാവത്തെ നമുക്ക് ഏകദേശം ഒന്ന് പറയാം. ഇവരുടെ നേതൃപാടകം, ധൈര്യം, സത്യസന്ധത എന്നിവയാണ് ഇവരുടെ ഏറ്റവും വലിയ ഗുണഗണങ്ങൾ. ഇവരുടെ ദുർബലതകളായി പറയാനുള്ളത് പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം, ക്ഷമയില്ലായ്മ, എടുത്തുചാട്ടം എന്നിവയാണ്. ആരംഭത്തിന്റെ ശക്തി, മുന്നേറ്റത്തിന്റെ തീപ്പൊരി, ഒരിക്കലും പിന്നോട്ടില്ലാത്ത മനസ്സ്, അതാണ് മേടം രാശി. മേടം രാശിക്കാർക്ക് 2026, 2027, 2028 എന്നീ വർഷങ്ങൾ എങ്ങനെയുണ്ടാകും? ജ്യോതിഷത്തിൽ ദീർഘകാല ഫലങ്ങൾ നിശ്ചയിക്കുന്നത് 9 ഗ്രഹങ്ങളും ഒന്നിച്ചാണ് എങ്കിൽ പോലും ഏറ്റവും പ്രധാനമായി സ്വാധീനം ചെലുത്തുന്നത് 4 ഗ്രഹങ്ങളാണ്. അത് വ്യാഴം, ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളാണ്. ചന്ദ്രനാകട്ടെ 3 ദിവസത്തിൽ താഴെയുള്ള സമയം കൊണ്ട് ഒരു രാശി മാറുന്നു. ബുധൻ, ശുക്രൻ എന്നിവർ 22-25 ദിവസങ്ങളോളം എടുത്ത് ഒരു രാശി മാറുന്നു. ചൊവ്വ ഏകദേശം 45 ദിവസവും, ശനിയാകട്ടെ 2.5 വർഷത്തോളം എടുക്കുന്നു ഒരു രാശി മാറാൻ. രാഹുവും കേതുവും 18 മാസങ്ങൾ ഏകദേശം എടുക്കുമ്പോൾ വ്യാഴമാകട്ടെ 12 മാസത്തിലധികം എടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ 4 ഗ്രഹങ്ങളാണ് ഓരോ രാശിക്കാരുടെയും ജീവിതത്തിലെ ഗതി കൂടുതലായിട്ട് നിർണ്ണയിക്കുന്നത്. നമ്മൾ ഈ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ജാതക പരിശോധന നടത്തുമ്പോൾ ഈ 4 ഗ്രഹങ്ങളെയാണ് പ്രധാനമായി ചിന്തിക്കുന്നത്. ഇവിടെയും അത് തന്നെയാണ് ചെയ്യുന്നത്. മറ്റ് ഗ്രഹങ്ങളുടെ കൂടി ഫലങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മാസഫലങ്ങളെ പറയുന്നതാണ്. മേടം രാശിക്കാർക്ക് ഇപ്പൊ 7 ശനിയാണ്. 12-ൽ ശനി നിൽക്കുന്ന കാലം. ശനി ദുഃഖപദ പ്രോക്ത കർമ്മഫലപ്രദായക. ശനി കർമ്മഫലം നൽകുന്ന ദിവ്യ ഗുരുവാണ്. ഇപ്പോൾ ശനി 12-ാം ഭാവത്തിലാണ്. അതായത് 7 ശനിക്കാലമാണ്. അതുമൂലം അമിതമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാകാം. ആങ്സൈറ്റി, ഡിപ്രഷൻ പോലുള്ള അവസ്ഥകൾ പോലും ചിലപ്പോൾ വന്നേക്കാം. ഉറക്കക്കുറവ്, ഒറ്റപ്പെട്ടു എന്ന തോന്നൽ, അനാവശ്യമായിട്ടുള്ള ചെലവുകൾ എന്നിവയും ഉണ്ടാകാം. ഈ അവസ്ഥ 2028 ഫെബ്രുവരി വരെ ശക്തമായി അനുഭവപ്പെട്ടേക്കാം. 2028 ഫെബ്രുവരിക്ക് ശേഷം 7.5 ശനിയുടെ 2ാം ഘട്ടം ആരംഭിക്കും. ആ സമയത്ത് മാനസിക സമ്മർദ്ദം കുറയുന്നതാണ്. എന്നിരുന്നാലും ബന്ധങ്ങളിലും തൊഴിൽ മേഖലയിലും ശനിയുടെ പ്രഭാവം വർദ്ധിക്കും. അത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. 12-ൽ നിൽക്കുമ്പോൾ ശനിക്ക് ധനസ്ഥാനത്തേക്ക് ദൃഷ്ടി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആലോചനാശൂന്യമായിട്ടുള്ള ചെലവുകളും നിക്ഷേപങ്ങളും ഒഴിവാക്കേണ്ടതാണ്. മറ്റുള്ളവരെ സഹായിക്കാനായി പണം കൊടുക്കുന്നത് ഒഴിവാക്കുക. അത് തിരിച്ചു കിട്ടാതെ വന്നേക്കാം. പണം നഷ്ടപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഈ സമയത്തുണ്ടാകും. കൂടാതെ സംസാരവും പ്രവൃത്തിയും ഒക്കെ നിയന്ത്രിക്കേണ്ടതാണ്. വാക്കുകൾ പോലും കാർമിക് എഫക്റ്റ്, ഇമ്പാക്ട് ഉണ്ടാക്കിയേക്കാം. രാഹു ആകട്ടെ 11-ലാണ് നിൽക്കുന്നത്. രാഹു രാജയോഗത്തെ ഈ സമയത്ത് ചെയ്യുന്നതാണ്. അപ്രതീക്ഷിത ഭാഗ്യങ്ങളും ലഭിക്കുന്നതാണ്. അതുമൂലം അധികാരം, പദവികൾ, വലിയ ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ, അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഇവയൊക്കെ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ രാഹുവിന്റെ രാശിസ്ഥിതി 11-ൽ നിൽക്കുമ്പോൾ ഏതാണ്ട് 2026 ഡിസംബർ അവസാന കാലഘട്ടം വരെ നിങ്ങളുടെ കഠിനാധ്വാനങ്ങൾ അംഗീകരിക്കപ്പെടുന്നതാണ്. മേലുദ്യോഗസ്ഥരുടെ പ്രശംസ ലഭിക്കുന്നതാണ്. രാഷ്ട്രീയ രംഗത്ത് ഉയർച്ച ഉണ്ടാകുന്നതാണ്. തുടർന്ന് രാഹു 10-ാം ഭാവത്തിലേക്ക് മാറുകയാണ്. അത് തൊഴിൽ മേഖലയിൽ ഒരു വലിയ നേട്ടങ്ങൾക്ക് സഹായകരമാകും. ലോകം നിങ്ങളുടെ പക്ഷത്തേക്ക് മാറുന്ന സമയമാണ്. എന്നിരുന്നാലും ആ സമയത്ത് ഉദരസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൽ അക്കാലത്ത് നിയന്ത്രണം ആവശ്യമാണ്. അതായത് 2027 എന്ന് പറയാം. മേടക്കൂറിൽ
മേടക്കൂറുകാർക്ക് വ്യാഴം 3-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അത് ആവറേജ് ഫലത്തെയാണ് നൽകുക. 2026 ജൂൺ 2-ന് ശേഷം വ്യാഴം 4-ാം ഭാവത്തിലേക്ക് കടക്കുന്നു. അതുമൂലം കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം, പഠനത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകാം, മാനസികമായി ചില അസ്വസ്ഥതകളും ഉണ്ടാകാം. വിദ്യാർത്ഥികളായിട്ടുള്ളവർ ഇക്കാലത്ത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. 2026 ജൂൺ 2-ന് ശേഷം തൊഴിലിൽ നിർബന്ധമായിട്ട് മാറ്റങ്ങൾ വരുത്താതെ ശ്രദ്ധിക്കുക. 2026 ജൂൺ മുതൽ 2027 ജൂൺ വരെയുള്ള കാലഘട്ടം അനുകൂലമാണ്. എന്നിരുന്നാലും വളരെയേറെ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ 3 വർഷത്തിലെ ജീവിതത്തിലെ ഗോൾഡൻ ടൈം അഥവാ സുവർണകാലം എന്ന് പറയുന്നത് 2027 ജൂൺ മുതൽ 2028 ജൂലൈ വരെയുള്ള കാലഘട്ടമാണ്. ഇത് മേടക്കൂറുകാരുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് എന്ന് തന്നെ പറയാം. 2027 ജൂൺ മുതൽ 2028 ജൂലൈ വരെയുള്ള കാലഘട്ടമാണ് മേടക്കൂറുകാർക്ക് ഏറ്റവും മികച്ച സമയം. ആ സമയത്ത് വിവാഹാലോചനകളൊക്കെ നല്ല വിവാഹത്തിലേക്ക് കടക്കാം. നിക്ഷേപങ്ങൾക്ക് അനുകൂല സമയമാണ്. സന്താന ഭാഗ്യം ഉണ്ടാകുന്നതാണ്. തൊഴിലിൽ ഉയർച്ചയും ഉന്നതിയും ഒക്കെ ഉണ്ടാകുന്നതാണ്. ഉദ്യമേനഹി സിദ്ധിന്തി കാര്യാണിന മനോരഥേ. പരിശ്രമവും സമയവും കൂടുമ്പോൾ വിജയം ഉറപ്പാകും. ശരീരമാദ്യം ഖലുധർമ്മ സാധനം എന്നാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യകാര്യത്തിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യം തന്നെയാണ് ഏറ്റവും വലിയ സമ്പത്ത്. സ്ട്രെസ് മാനേജ്മെന്റ്, മെഡിറ്റേഷൻ, നല്ല ഉറക്കം, ഭക്ഷണത്തിലുള്ള നിയന്ത്രണം എന്നിവയൊക്കെ മേടക്കൂറുകാർ നിർബന്ധമായിട്ടും ചെയ്യുക. മേടക്കൂറുകാർ ഇക്കാലഘട്ടത്തിൽ ചെയ്യേണ്ട പരിഹാര മാർഗങ്ങളെ കൂടി നമുക്ക് നോക്കാം. ഓം ശം ശനൈശ്വരായ നമഃ എന്ന മന്ത്രത്തെ നിത്യം ജപിക്കുക. എല്ലാ ദിവസവും കഴിയുമെങ്കിൽ ഇത് ജപിക്കുക. ശനിയാഴ്ചകളിലെങ്കിലും നിർബന്ധമായിട്ടും ജപിക്കുക. വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഓം ബ്രം ബൃഹസ്പതി നമഃ എന്ന മന്ത്രത്തെ ജപിക്കുക. ഈ മന്ത്രങ്ങളൊക്കെ 108 തവണ ജപിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ 9ന്റെ ഗുണിതങ്ങളായി ജപിക്കാം. കുറഞ്ഞത് 9 തവണയെങ്കിലും ജപിക്കുക. ഹനുമാൻ അഞ്ജനി സൂനു വായുപുത്രോ മഹാബലഹ. ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹത്തെ പ്രാപ്തമാക്കുക. ഹനുമാൻ സ്വാമി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ഹനുമാന്റെ മന്ത്രങ്ങൾ ജപിക്കുക. എള്ള് കിഴികെട്ടി എള്ളെണ്ണ കൊണ്ട് നീരാഞ്ജനം നടത്തുക. മേടക്കൂറുകാർ നിർബന്ധമായിട്ടും ഈ കാലയളവിൽ ചെയ്യേണ്ട കാര്യങ്ങൾ തൊഴിലാളികളെയും കീഴ് ജീവനക്കാരെയും ബഹുമാനിക്കുക എന്നുള്ളതാണ്. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, ധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതിൽ പിശുക്ക് കാണിക്കാതിരിക്കുക. ശനി എടുക്കുന്നതിൽ ഇരട്ടി അവർക്ക് നിങ്ങളെ കൊണ്ട് കൊടുപ്പിക്കും. നമുക്ക് ഈ 3 വർഷത്തെ ഒരു സംക്രമ ഫലം ഒന്ന് പരിശോധിക്കാം. 2026 എന്നുള്ളത് മേടക്കൂറുകാർക്ക് പരീക്ഷണങ്ങളുടെ കാലഘട്ടമാണ്. 2027 ഉയർച്ചയുടെ കാലഘട്ടമാണ്. 2028 നിരവധി അവസരങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ്. എന്നാൽ അതോടൊപ്പം ജാഗ്രതയും പാലിക്കേണ്ട വർഷമാണ്. ശനി നിങ്ങളെ പരീക്ഷിക്കും, രാഹു നിങ്ങളെ ഉയർത്തും. പക്ഷേ ഗുരു അനുഗ്രഹിക്കുന്ന നിമിഷത്തിൽ നിങ്ങളുടെ ജീവിതം പൂർണ്ണമായിട്ടും ഉയർച്ചയിലേക്ക് മാറും. ഇതായിരുന്നു 2026 മുതൽ 2028 വരെയുള്ള മേടക്കൂറുകാരുടെ സമ്പൂർണ്ണ നക്ഷത്രഫലം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഒന്ന് ഓൾ എന്ന് എനേബിൾ ചെയ്തു വെക്കുക. ഓം തത്സത്. ധന്യവാദനം. നന്ദി. നമസ്കാരം. ശുഭദിനം.